എന്താ പറയണേ, ഒരു ഉദ്ദേശം വെച്ചാണ് നമ്മൾ നടക്കണേ. വാഗമണിലുള്ള സ്വർഗ്ഗം കേട്ടോ. അപ്പോൾ ഇതിന്റെ മേളിൽ കാട്ടുപോത്തോ അങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ചാടാൻ നോക്കി. അപ്പോൾ നമ്മൾ ആദ്യം നിന്ന മല അതാട്ടോ. ആ മലയുടെ അവിടുന്നാണ് ഇറങ്ങി പോകുന്നത്, ഓപ്പോസിറ്റുള്ള മലയിലേക്ക്. ഇനി അവിടെ വരെ നമുക്ക് നടന്നു പോകാനുള്ളതാണ്. ഉള്ളം പന്നി ഉണ്ടെന്ന് ഉറപ്പായി. ഇനി ഏതൊക്കെ പന്നികളുണ്ടാവുമോ ഒരു പിടുത്തം കിട്ടില്ല. പോത്തുണ്ടാവും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കിഡിലൻ സ്പോട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഗമൺ റൂട്ടിൽ, നല്ലതണ്ണി വ്യൂ പോയിന്റ്. അപ്പോൾ വീണ്ടും അവിടെ തന്നെ വന്നേക്കും കേട്ടോ. അപ്പോൾ ഇന്ന് റോമി ബ്രോ ഉണ്ട് കൂടെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ സൈക്ലിങ്ങും പിന്നെ ഹൈക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇന്ന് കംപ്ലീറ്റ് നമ്മൾ ഹൈക്ക് ചെയ്യാൻ പോകണം. അപ്പം ആ ഒരു വീഡിയോയിൽ ആ വ്യൂ പോയിന്റ് നമ്മൾ ആ ഒരു സ്പോട്ടിൽ പകുതി വരെ പോയുള്ളൂ. ഒരുപാട് ദൂരം ഫ്രണ്ടിലേക്ക് നമുക്ക് നടന്ന് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാക്സിമം കംപ്ലീറ്റ് പോകാൻ പറ്റുന്ന എവിടെ വരെയാണോ അവിടെ വരെ നമ്മളിന്ന് ഹൈക്ക് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ആ ഒരു സെയിം സ്പോട്ടിൽ എൻട്രൻസ് തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഈ സ്പോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാറ് വഴി പുള്ളിക്കാനം ചെന്ന് വാഗമണ്ണ് പോകുന്ന റൂട്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ പുള്ളിക്കാനം വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്കാണ് നമുക്ക് പോകേണ്ട കേട്ടോ. ഇവിടെ കളരികാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ ബോർഡ് കാണാം. മേളിലേക്ക് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്ത് നമുക്ക് നടന്ന് പോകാനായിട്ടുണ്ട്. അപ്പോൾ ഓഫ് റോഡാണ്. അപ്പോൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ മേളിലേക്ക് വണ്ടിയൊന്നും കൊണ്ടുപോകത്തില്ല, ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ ഒരു അമ്പലം, ഒരു പ്രൈവറ്റ് ടെമ്പിളാട്ടോ. അപ്പോൾ വണ്ടി നിങ്ങൾ വരുന്നവരൊക്കെ ഈ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അവിടെ നിർത്തിയിട്ട് നടന്ന് പോകാനാട്ടോ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് സൈക്കിളിലല്ല, അതാണ് നോർമൽ വേഷമൊക്കെ ഇട്ട് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഈ ഒരു സ്ഥലം ഗൂഗിൾ മാപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഗൂഗിൾ മാപ്പ് എന്തെങ്കിലും കാരണവശാൽ ആക്സസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വഴി പറഞ്ഞുതരാം. അവിടെ താഴെ നിന്ന് കയറി വന്നാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വഴി തിരിയണ കാണാം. അപ്പോൾ അതൊന്നും നോക്കണ്ട, നേരെ തന്നെ വരുക. അവിടുന്ന് വീണ്ടും ഒരു ഡീവിയേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രാവിലെ തന്നെ പണി തുടങ്ങി കേട്ടോ. അതെ, രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ അട്ടയുണ്ട്, അതെ കയ്യിൽ കയറിക്കൊണ്ടിരിക്കുവാൻ. നമ്മൾ നോർമൽ ഷൂവും ജീൻസൊക്കെ ഇട്ടേക്കണേ. നമ്മളങ്ങനെ ഹൈക്ക് ചെയ്യണേ അങ്ങനെ വലിയ പ്രൊഫഷണൽസ് ഒന്നുമല്ല. അപ്പം ദേ രണ്ടാമത്തെ ഡീവിയേഷൻ പറയാം. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും 2 വഴി തിരിയും. ഒരു വൈ ഷേപ്പിൽ റോഡാണ്. അപ്പം അങ്ങോട്ട് പോകരുത്, റൈറ്റ് പിടിക്കുക, സ്ലൈറ്റ്ലി റൈറ്റ് പിടിക്കുക. ഇതുണ്ടോ, ഓഫ് റോഡാണേ. അപ്പോൾ നമുക്ക് ആ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നേരെ അങ്ങ് ഇത് നോക്കി അങ്ങ് പോയാൽ മതി. ഇവിടെ വരുമ്പോൾ വീണ്ടും ചെറിയ ഒരു ഡീവിയേഷൻ ഉണ്ട്. നമുക്കിതിലേ പോവാം. അമ്പലമാണ് കേട്ടോ, ഇതിലേ പോവാം. അമ്പലത്തിൽ നിന്നും പോവാം. ഇതാട്ടോ അമ്പലം. ഞാൻ അമ്പലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. കളരികാവ് ഭഗവതി ക്ഷേത്രം, അവിടെ എഴുതിയിട്ടുണ്ട് അന്യർക്ക് പ്രവേശനമില്ലാന്ന്. കേട്ടോ അതാണ് അമ്പലം. അമ്പലം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു പഴയൊരു വീട്. ഞാൻ പറഞ്ഞില്ല, അത് പ്രൈവറ്റ് ഒരാളുടെ ഒരു ജഡ്ജിയുടെയാണ്, ജഡ്ജിയുടെ സ്വന്തം അമ്പലം കേട്ടോ. ഇവിടെ മാസത്തിൽ ഒരു ദിവസം മാത്രമാണ് പൂജയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ തുറക്കുള്ളൂ. ആ സമയത്താണ് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് മെയിനായിട്ടും വരുള്ളൂ. അല്ലാതെ ഒന്നും ഈ ഒരു വ്യൂ പോയിന്റിലേക്കൊന്നും അധികം ആളുകളൊന്നും വരുന്നൊരു സ്പോട്ടല്ല. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആ ഒരു നേരെ കിടക്കണ വഴി നോക്കി ഇങ്ങ് ഫോളോ ചെയ്ത് നേരെ ഇങ്ങ് പോന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വാഗമണിലൊക്കെ കാണുന്ന കൂട്ട് മെഡോസ് അങ്ങനത്തെ ഉള്ള ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള കാട് ഉണ്ടോ, ചെറിയ കാടാണത്. അത് കുറേ സ്ഥലത്ത് നമുക്കിങ്ങനെ കാണാം. അതിൻ്റെ അകത്താട്ടോ അമ്പലം ഇരിക്കുന്നത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് ആണ്. ജസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നൈസൊരു വ്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ അതിലാട്ടോ, അതിലാണ് കയറി വന്ന മേളിലേക്ക്. അപ്പോൾ നമ്മൾ നടന്നതേ ഇങ്ങനെ ഒരു സ്പോട്ട് എത്തും. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റ് മേളിലാട്ടോ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ കണ്ട ഒരു വഴിച്ചാലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണം ഇതിലെ വണ്ടി ഓഫ് റോഡ് വണ്ടികളൊക്കെ കയറി പോന്നുകൊണ്ടിരുന്ന കേട്ടോ. ഇപ്പോൾ താഴെ വഴി ക്ലോസ് ചെയ്ത് വെച്ചേക്കണോണ്ട് വണ്ടികളൊന്നും ഇപ്പോൾ പോരുന്നില്ല. ആ താഴെ തുടങ്ങണ ഒരു വഴി നമുക്ക് ഇവിടം കൊണ്ട് തീരുവാട്ടോ. ഈ പാറയുടെ ഇവിടം കൊണ്ട് വഴി തീരുവാണ്. അതായത് കണ്ടില്ലേ, ഒരു ഓഫ് റോഡ് ട്രാക്ക് തീരുവാണ്. അപ്പോൾ ഇനി വഴിയൊന്നുമില്ല, നമ്മൾ വഴി അന്വേഷിച്ച് കണ്ടെത്തി പോകേണ്ടി വരും ഫ്രണ്ടിലേക്ക്. അടിപൊളി. അതെ ഇല്ലീഗലിൻ്റെ പാർക്കിംഗ് അല്ലേ കാണണേ, ആ പാർക്കിംഗ് ഗ്രൗണ്ടാണ് താഴെ കാണണേ. അതെ
അതെ ഉണ്ട്. ഇല്ലിക്കൽ എന്നാ ക്ലിയറാന്ന് നോക്കി. എന്നാലും ഇല്ലിക്കല്ല് കാണാനായിട്ട് എന്തോ ഒരു നേരം വെയിറ്റ് ചെയ്തെന്നറിയോ കോട പോകാനായിട്ട്. ഇന്ന് കോടയില്ല, ഒരു മഴയുടെ ഒരു ഇതുള്ളതുകൊണ്ട് ചെറിയ മൂടലും. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നാൽ നമുക്ക് 360 വ്യൂ ആട്ടോ. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് സൈഡ് നമ്മുടെ മൂലമറ്റമാണ് വരുന്നത്, പിന്നെ ഈ ഒരു സൈഡിൽ ഇല്ലിക്കല്ല്, പിന്നെ ആ ഒരു സൈഡിൽ വാഗമണ്ണൊക്കെ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കുറച്ചുകൂടെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉളുപ്പൂണി സൈഡൊക്കെയാണ് വരുന്നത് കേട്ടോ. പുള്ളിക്കാനം വാഗമണ്ണൊക്കെ ഏരിയ ആണ് അവരിങ്ങനെ കിടക്കണ കണ്ടില്ലേ. അപ്പോൾ അത് ഇവിടുന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു മീശപ്പുലിമലയുടെയൊക്കെ ഒരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ. വാഗമണിലെ മീശപ്പുലിമല എന്നൊക്കെ വേണേൽ പറയാം. അത്രയ്ക്ക് വേണോ? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്പോട്ട് വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വരെയാണ് അന്ന് വന്നത്. അപ്പോൾ ഇനി മുന്നിലേക്ക് നമുക്ക് കുറേ പോകാമെന്ന് തന്നെ വിചാരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഹൈക്ക് ചെയ്ത് മുന്നിലേക്ക് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. മാക്സിമം പോകാൻ പറ്റുന്ന അത്ര ഇന്ന് നമ്മൾ പോയിരിക്കും കേട്ടോ. അപ്പോൾ ഇല്ലിക്കല്ല് നോക്കേ. ഇല്ലിക്കല്ലെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലകളിൽ ഒന്നാട്ടോ. അപ്പോൾ നമ്മൾ ഇനി കയറാൻ പോകുന്ന മല ഇല്ലിക്കല്ലിനേക്കാൾ ഹൈറ്റ് ഉണ്ട്. ഇത് കണ്ടോ, അതിൽ ഹൈറ്റ് തോന്നുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് കയറി പോകാട്ടോ. അത് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിലങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലേക്ക് ഈസി ആയിട്ട് കയറി പോകാം. പക്ഷെ മഴ പെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. മഴ പെയ്താലേ എങ്ങനെ ആവും എന്നറിയില്ല. ഇതാണ് വഴി എന്ന് പറയുന്നത്. വഴിയൊന്നും ഇല്ല കേട്ടോ, നമ്മൾ അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. ഒരു കമ്പ് എടുക്കണ്ടായിരുന്നല്ലോ. കമ്പ് വേണമായിരുന്നു. ഏകദേശം അടുത്തെത്തിട്ടോ. ഇല്ല, തിരിച്ച് ബ്രോക്ക് കയറി വരാൻ അറിയോ? വഴി നോക്കി കയറി വരാൻ അറിയോ? അത് മതി. അവിടെ പോയി പെട്ടിട്ട് ഫയർഫോഴ്സ് പോലും മേളിലേക്ക് കയറി വരില്ല. അത് തന്നെ, റേഞ്ചില്ല. മറ്റേ പാലക്കാട് മലയുടെ മേളിൽ മറ്റേ ബാബു, ആളുടെ പേരെന്താ? അതുപോലെ നമ്മുടെ രണ്ടുപേരെയും പൊക്കാനായിട്ട് റേഞ്ചും ഇല്ല, വിളിച്ചു പറയാനായിട്ട്. ഇവിടെ കിടന്ന് കാറിക്കോ. അപ്പം ഇല്ലിക്കല്ലിൽ വന്നവരൊക്കെ ആ ഒരു അയ്യോ, ഇല്ലിക്കല്ലിലുള്ളവർക്ക് ഒരു സൗണ്ട് പോവാ. ഇവിടുന്ന് 2 യുവാക്കൾ ഇവിടെ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇല്ല, അതിൽ വഴിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് ഒറ്റയ്ക്ക് അങ്ങനെ അധികം വരാൻ നിൽക്കണ്ടാന്ന്. അതിൻ്റെ കാരണം വെച്ചാൽ ഈ വഴിയുടെ കൺഫ്യൂഷൻ വരും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഈ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം വന്ന അവിടെ വരെ വരാൻ പറ്റുന്നേ ഉള്ളൂ. ഏകദേശം വഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക ഇതിനാൽ ഇപ്പുറത്തേക്ക് വഴിയില്ലാത്തതാണ് ഒരു പ്രശ്നം. ഇതുകൊണ്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കണേന്ന് നോക്കി. ഈ പുല്ലിങ്ങനെ വാഞ്ഞു മാറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കാം. റിസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴിയൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഈ പുല്ലുള്ളതുകൊണ്ട് കാണില്ല, നല്ല താഴ്ച ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടോ? ഏകദേശം നമുക്ക് ആ ഒരു ഡയറക്ഷൻ നോക്കിക്കൊണ്ടാണ് നമ്മളിതുവരെ ഇവിടെ വരെ എത്തിയത് കേട്ടോ. ഇനി മേളിലേക്ക് എങ്ങനെ പോകും? അതെ, അതിൻ്റെ മേളിൽ നട്ട് ഇറങ്ങി പോന്നേ. വ്യൂ നോക്കേ, വ്യൂ ഒന്നും സ്ഥലം. അപ്പോൾ ചെറിയൊരു വഴിച്ചാലൊക്കെ പോകുന്ന വഴിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ റോബിനോട് പറയാറുണ്ട് ഇവിടെ നമ്മളല്ല, ആൾക്കാർ വേറെ വരുന്നതായിരിക്കും. പക്ഷേ സംഭവം വല്ല കരടിയോ പുലിയോ വല്ല നടന്നു പോയതിൻ്റെ ആയിരിക്കും. ചുമ്മാ പറഞ്ഞോ, വഴിച്ചാലൊന്നും ഇവിടെ ഇല്ല. അത് വഴിച്ചാലല്ല ശരിക്കും. എന്താണെന്ന് അത് പുല്ല് മാറിക്കിടക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഒരു ടാർഗറ്റ് നമ്മളിന്ന് അച്ചീവ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ അതിൻ്റെ മേളിൽ കേട്ടുള്ള വ്യൂ എന്നായിരിക്കും അല്ലേ? ഇപ്പം തന്നെ ആലോചിച്ചിട്ട് ഇതൊക്കെ വഴി നോക്കേ, എന്ത് ഹൈറ്റാ നോക്കി പുല്ല്. സംഭവം വഴി ഒരു സംഭവം ഇല്ല കേട്ടോ, വഴിയൊന്നും ഇല്ല. അതെ, ഇങ്ങനെ ഒരു എന്താ പറയണേ, ഒരു ഉദ്ദേശം വെച്ചാണ് നമ്മൾ നടക്കണേ. പുറത്തില്ലേ
തെന്നി വീഴരുതേ. അയ്യോ ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ, VIക്ക് ഇല്ല. ഇടയ്ക്ക് ചില സമയത്ത് മാത്രം കാണാം. എൻ്റെ മോനെ നമ്മൾ എത്തും കേട്ടോ. ഇല്ല ബ്രോ, എത്താറായിട്ടില്ല. ഒന്നും പറ്റിയില്ല, ചെറുതായിട്ടൊന്ന് വീണ കേട്ടോ. അടിപൊളി. കാരണം നമ്മുടെ അത്ര ഹൈറ്റ് ഉണ്ടോ പുല്ല് വളർന്നു നിൽക്കണേ. നമ്മള് പോണാണ്ടില്ല. ഇതുണ്ടോ? അതെ, ഇതൊക്കെ ഇതുണ്ടോ? അയ്യോ, ടെറട്ടോ ടെറ. വാഗമണിലുള്ള സ്വർഗം കേട്ടോ. പുള്ളിക്കാരൻ്റെ സ്വർഗം, വാഗമണിലെ തൊടുപുഴ സ്വർഗം, എങ്ങനെ വേണമെങ്കിലും പറയാം. ആ നമ്മുടെ തൊടുപുഴ എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നവരെ നല്ല കേട്ടോ. വേറെ സംഭവമാണ് തൊടുപുഴ. എന്തൊരു സ്ഥലങ്ങളാണല്ലേ. ഓക്കെ, ഇങ്ങനെ നടന്നു കയറി കുറച്ച് പാറകളുണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇല്ലിക്കലിന്റെ ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. ഇല്ലിക്കലിൻ്റെ കറക്റ്റ് ലെവലിലായിട്ടോ. അതല്ല, ഇനിയും കയറാനുണ്ട് ഫ്രണ്ടിലേക്ക്. ഇപ്പം തന്നെ ഇല്ലിക്കല്ല് ബാക്കിൽ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടേ. പുളി പാറ തെന്നുന്നുണ്ട് കേട്ടോ. ആ, നമ്മൾ താഴേന്ന് കയറി തുടങ്ങിയിട്ട് 2 കിലോമീറ്റർ മേളിലായിട്ടോ. ഹൈറ്റ് കൂടുന്നുണ്ടല്ലോ ചെറുതായിട്ട്. അല്ലേ, ക്ലൈമറ്റ് അടിപൊളിയായതുകൊണ്ട് മടുപ്പില്ല. വെയിലാണെങ്കിൽ ഓർത്ത് നോക്കി. അങ്ങനെ നമ്മൾ ഈ ഒരു മലയും കൂടെ കീഴടക്കി കേട്ടോ. സക്സസ്ഫുള്ളി നമ്മൾ ടോപ്പിലെത്തി. അപ്പോൾ ഇതിൻ്റെ മേളിൽ കാട്ടുപോത്തോ അങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ചാണകം നോക്കി, ഇതുണ്ടോ? പശുവിൻ്റെ ആവാൻ സാധ്യത കുറവാണ്. അല്ല, ഇവിടേക്ക് ആരാ പശുവിനെ കൊണ്ട് കെട്ടണം അല്ലേ? ഇതുണ്ടോ? അല്ല, ഫ്രഷ് ചാണകമാണല്ലോ. എന്നാൽ ഇട്ടതാണ് ഇന്നത്തെ മഴയിൽ കുതിർന്ന് കിടക്കുന്നത്. അല്ലേ അല്ലേ, ഇതിൻ്റെ മേളിലേക്ക് പശുവിനെയൊക്കെ ഒരിക്കലും ഇല്ല. ഇനിയിപ്പോൾ തന്നെ മേഞ്ഞ് വന്നെങ്കിലും വല്ലേ ഉള്ളൂ കേട്ടോ. അത് നിറയെ. ആ, ഓ എൻ്റെ അമ്മോ, എങ്ങനെയുണ്ട് ബ്രോ ആ ഒരു ഫീല്? അടിപൊളി. എൻ്റെ പൊന്നെ ഒന്നും പറയാനല്ലോ കേട്ടോ. ഫുൾ വൈബാ. അപ്പൊ ഇല്ലിക്കലിന്റെ ടോപ്പിലാണോ നമ്മൾ നിൽക്കുന്നത്? അതല്ലേ, ഇത് ഹൈറ്റിലാണ് നിൽക്കണേന്ന് അറിയോ? അപ്പൊ ഇവിടെ നമ്മൾ അവിടെ നോക്കിയപ്പോൾ 2 മല കണ്ടായിരുന്നല്ലോ. അതിലൊരു മലയാണ് നേരത്തെ ആ കാണുന്നത്, ഇല്ലിക്കലിന്റെ ആ ഒരു ഫേസ് ചെയ്ത് നിൽക്കണ മല. അങ്ങോട്ടും പോകായിരിക്കും. നമ്മൾ ഇതുപോലെയൊക്കെ വന്ന പോലെ തന്നെ ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട്. പക്ഷെ അതിന് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നതാണ് ഏറ്റവും ടോപ്പിലാട്ടോ. എൻ്റെ പൊന്നെ അടിപൊളിയാട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാനൊക്കെ ചെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് അത് തിരിച്ചു പോകാട്ടോ ചെയ്തു. പക്ഷേ എന്തായാലും ഇവിടെ ഈ ഒരു നല്ലതണ്ണി വ്യൂ ഇവിടെ വന്നവരെന്തായാലും ഇങ്ങോട്ട് തന്നെ കയറി വരും കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പൂർണ്ണത കിട്ടുള്ളൂ. നല്ലതണ്ണി വ്യൂ പോയിന്റ് അല്ലേ? നല്ലതണ്ണി വ്യൂ പോയിന്റ് ഇതല്ല കേട്ടോ. നമ്മൾ ആദ്യം നിന്ന് അത് തന്നെയാണ്. പേരൊന്നുമില്ല. ഇതിന്റെ പേര് നമുക്ക് എന്തായാലും ഇടാല്ലേ? പേരിട്ടെ എന്നെ ഇടണ്ടേ? നല്ലതണ്ണി എന്നുള്ളതിന്റെ നല്ല എന്തേലും ആവട്ടെ, രക്ഷയില്ല. അത് സ്വർഗം. സ്വർഗം. അപ്പോൾ ഇങ്ങോട്ടിപ്പം എന്താ പറയുക, വരാനൊക്കെ പ്ലാനുള്ളവർ പാൻറ്റും ഷൂസൊക്കെ ഇട്ടും. ഇപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹൈക്ക് ചെയ്ത് വരാൻ പറ്റും. അട്ടകടി പേടിയുള്ളവരൊക്കെ അല്ലേ, അട്ടയുണ്ടോ? അല്ല, അട്ടയുണ്ട്. പിന്നെ ഈ ഉപ്പൊക്കെ എടുത്ത് കൊണ്ടുവന്നാൽ മതി. കുറച്ചൊന്നൊരു എഫോർട്ട് എടുക്കണം, പക്ഷേ വേറെ ഫീലാട്ടോ. അയ്യോ, അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ ആയിരിക്കും ഇല്ലിക്കലിൻ്റെ. കണ്ടോ, ആ മലയുടെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അങ്ങോട്ട് പോകാനായിട്ട് താഴേന്നും എല്ലാം കയറി വരേണ്ടി വരുത്. നമ്മളാ കയറി വന്ന പോലെ തന്നെ താഴേന്ന് ഇങ്ങനെ കാണാം വഴി. അതിൽ കയറി വന്നു കഴിഞ്ഞാൽ അങ്ങ് പോകാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് ഇറങ്ങാനും പറ്റില്ല താഴേക്ക്. അതാണ് ഇതിവിടം കൊണ്ട് ഈ മല അങ്ങ് തീരുമെന്നതാണ്. ഒരു എഡ്ജാട്ടോ. എഡ്ജിലാണ് വന്ന് നമ്മൾ നിൽക്കുന്നത്. ചോക്ലേറ്റ് ആയതുകൊണ്ട് ചോക്ലേറ്റ് സ്വല്പം എനർജി ആവാം. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ഫുഡോ സ്നാക്സൊക്കെ കൈ കരുതിയിട്ട് പോരാ കേട്ടോ. പ്ലാസ്റ്റിക്കുകൾ തിരിച്ച് ഭാഗത്ത് അത് തന്നെ. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഒന്നും കിട്ടായി കയറട്ടെ. ഇവിടെ ആരും വരാത്തതുകൊണ്ടല്ല, അടിപൊളിയായിട്ടാണ്. ഒരു മിഠായി കടലാസ് പോലും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടോ. ഇനി തിരിച്ച് നമ്മുടെ ഈ ഒരു മലയുടെ നമ്മൾ ആയി നിന്ന മലയിലേക്ക് ഓപ്പോസിറ്റ് ഇറങ്ങാൻ പോകാം കേട്ടോ. അപ്പോൾ അതുമൊക്കെ ഇല്ലിക്കക്കല്ലിൻ്റെ താഴെ കണ്ട ക്ലൗഡ് ബെഡ് ഫോം ചെയ്തിട്ടുണ്ട്. കോടയും ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും അടിപൊളി പെർഫെക്റ്റ് മെത്തഡായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യം നിന്ന മല അതാട്ടോ. ആ മലയുടെ അവിടുന്നാണ് ഇറങ്ങി ഇങ്ങ് പോകുന്നത്, ഓപ്പോസിറ്റുള്ള മലയിലേക്ക്. ഇനി അവിടെ വരെ നമുക്ക് നടന്നു പോകാനുള്ളതാണ്. നോക്കി ദൂരം നോക്കി എത്ര ദൂരത്തിലിരിക്കണേന്ന് അറിയാമോ. ഏകദേശം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു എത്ര ഒരു 1.5 മണിക്കൂർ സംതിങ് എടുത്തു കേട്ടോ ഇതിൻ്റെ ടോപ്പ് വരെ എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ സാഹസികമായിട്ട് തന്നെ തിരിച്ചിറങ്ങും കേട്ടോ. എനിക്ക് തോന്നണേ കയറി വന്നേക്കാളും കുറച്ച് ടഫായിരിക്കും. ഇപ്പം മഴ പെയ്ത് കിടക്കണതുകൊണ്ട് വഴുക്കൽ കൂടുതൽ. അത് ഈ പാറയിൽ ഞാനിപ്പോൾ ഒന്ന് തെന്നി. ഇവിടെയുള്ള ജീവി ഓർത്തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. മുള്ളംപന്നി ഉണ്ട് ഇതിൻ്റെ മേളിൽ. മുള്ളംപന്നി ഉണ്ടെന്ന് ഉറപ്പായി. ഇനി ഏതൊക്കെ പന്നികളുണ്ടാവുമോ ഒരു പിടുത്തം കിട്ടില്ല. പോത്തുണ്ടാവും ഇതിൽ. എന്താ പറഞ്ഞിരിക്കണേ? ബ്രോയ്ക്ക് കാണണമെല്ലാം വിഷമായിട്ടൊന്ന് കാണണമല്ല, വിഷപ്പൂവാന്ന് പറയുന്നത്. അടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസം വരും. ഇത് കുറച്ച് വെട്ടി വീട്ടിൽ കൊണ്ടൊക്കെ ഞാൻ ഉണക്കി ചൂലുണ്ടാക്കാം. ചൂലുണ്ടാക്കണ മനയാ. മുള്ളുണ്ട് കേട്ടോ. അതിപ്പോഴും ഉണ്ട്. ആക്ച്വലി മുള്ളല്ല, ഇതിന്റെ ഓക്കെ. അത് ഊരിപ്പോയതല്ലേ? ഇത് വലുതായിട്ട് ഇലയാവും. അങ്ങനെയാണ്. അപ്പൊ ചൂലിന് വേണ്ടി ഇതാണ് യൂസ് ചെയ്യുന്നത്, ഇതിന്റെ കട്ടിയുള്ള. ഇത് അതായത് ഇത് എന്തെന്ന് അറിയോ, ഇവരിത് കീറും ഇങ്ങനെ കണ്ടിച്ചിട്ട് ഉണക്കിയെടുത്ത് കണ്ടത് ഇങ്ങനെ ആയിരിക്കും ചൂലിന്റെ ഷേപ്പ്. എന്നിട്ട് കെട്ടും. ഇത് കുറെ എണ്ണം കൂട്ടിയും കെട്ടും. മനസ്സിലായില്ല. ഞാനിവിടെ ഫസ്റ്റ് വന്നത് അമ്പലത്തിനവിടെ പ്രാവശ്യം വന്നായിരുന്നു. എന്നിട്ട് തിരിച്ചു പോയത്. അന്നേരം കുറച്ച് ചേച്ചിമാർ ഇത് വെട്ടുന്നുണ്ടായിരുന്നു. നനഞ്ഞ് കുതിർന്നു. മൊത്തം കോട മൂടിക്കൊണ്ടിരിക്കും കേട്ടോ. കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന മലയുടെ മേളിൽ നട്ടോ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നേ. ഇനി മേളിൽ ചെന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പം മൊത്തം കോടയിൽ മുങ്ങിപ്പോവും. അതുകൊണ്ട് കാണിച്ചതാണേ. അപ്പോൾ നമ്മൾ നടന്ന് ശരിക്കുമുള്ള നല്ലതണ്ടി വ്യൂ പോയിന്റിൽ എത്തിയിട്ടു. അപ്പോൾ ഈ ഒരു സ്പോട്ടിനാണ് നല്ലതണ്ടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈക്ക് ചെയ്ത് പോയത് ആ ഒരു സ്ട്രെയിറ്റ് ഡയറക്ഷനിലാട്ടോ. ഇപ്പോൾ കംപ്ലീറ്റ് ഇല്ലിക്കല്ലൊക്കെ ഒട്ടും കാണത്തില്ല, കംപ്ലീറ്റ് കോട വന്ന് മൂടിയിട്ടോ. ആ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൂലമറ്റ സൈഡൊക്കെ വിസിബിൾ ആട്ടോ. പൊളി. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കണ ലൈവായിട്ട് കണ്ടോ. കിടുവാട്ടോ. ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയാ. അങ്ങനെ നമ്മുടെ ഹൈക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും കേട്ടോ. അത് രാവിലെ ഇതിലാണ് കയറിപ്പോൾ. ഇതാണ് എൻട്രൻസ് കേട്ടോ മേളിലേക്കുള്ള. അമ്പലത്തിൻ്റെ അങ്ങോട്ട് കിടക്കുന്ന വഴി ഇതാണ്. അപ്പോൾ 6:30 നമ്മുടെ ഈ ഒരു ഹൈക്ക് സ്റ്റാർട്ട് ചെയ്താണ്. സമയം 10:30 ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പണി കിട്ടി നമ്മുടെ റോമി ബ്രോയുടെ. അത്ര ഈ 4 മണിക്കൂർ സംതിങ് എടുത്ത് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് എല്ലാം ഗോപ്രോ ചതിച്ചു. ഫോർമാറ്റ് ആയിപ്പോ കേട്ടോ. അതിപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ തൊടുപുഴ ചെന്നിട്ട് ഏതെങ്കിലും എവിടെയെങ്കിലും കൊടുത്ത് നോക്കാം അല്ലേ, റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഉറപ്പില്ല. വല്ലാത്തൊരവസ്ഥ കേട്ടോ. ബ്രോ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ടോ? അതിൻ്റെ ഉള്ളിലെ പെയിൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ സാർ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും നോക്കാം. അപ്പം റിക്കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബൈക്കിനാട്ടോ വന്നേ. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്.